മുസൈലിമ ചൊല്ലെ കള്ളപ്രവാദി യമാമ ഭാഗത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശവുമായിട്ട് ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമാമത്ത് നടത്തി കൊടുത്തു. ഹബീബ് ബിൻ സയ്യിദ് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശത്തെ പാട്ടിയപ്പോൾ ഈ മുസൈലിമ വല്ലാത്ത അവന് അർസവത്ത് അവൻ കേട്ട അതഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നീನು മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബീൻ്റെ നീ വിശ്വസിക്കടേ എന്ന് കേട്ട, റസൂൽ നീ വിശ്വസിക്കടേ. അപ്പോൾ ഹബീബ് ബിൻ സയ്യിദ് ചെന്ന് നാം അതേ നാം വിശ്വസിക്കടേ. എന്നിട്ട് കേട്ട അതഷ്ഹദു അന്നീ റസൂലുള്ളാഹ്, നാൻ റസൂലുള്ളാഹ് നീ വിശ്വസിക്കടേ. അപ്പോൾ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചെന്ന് നീ എന്ത് ചൊന്നിട്ടില്ല എനിക്ക് കേൾക്കില്ല എന്ന് ചെന്ന്. അപ്പോൾ അവന് അർസം അവന് ഒത്തുന്നു ഇയാൾ കേൾക്കത്തവൻ ആക്കണേറ്റു. അതുകൊണ്ട് അവൻ തൻ്റെ പിന്നെ ആൽമാരോട്ട് ചെന്ന അദ്ദേഹത്തെ ഹബീബ് ബിൻ സയ്യിദിനെ കൈ ഒന്ന് കട്ടാക്കുന്നു ചെന്നു. രണ്ടാമത് പിന്നെയും കേട്ട അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിനെ നീ വിശ്വസിക്കടേ. നാം ചെത്തതേ. അന്നീ റസൂലുള്ളാഹ്, നാൻ റസൂലിനെ വിശ്വസിക്കടേ. കേട്ടപ്പോൾ ഇല്ല നീ എന്താ ചൊല്ലുന്നൊക്കെ കേൾക്കില്ല ചെന്ന്. അങ്ങനെ അവൻ ചെന്ന രണ്ടാമത്തെ കൈയും കട്ടാക്കും. അങ്ങനെ പിന്നെയും ആവർത്തിച്ച് കേട്ട ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് പിന്നെ ചൊല്ലും നീ എന്താ ചൊല്ലുന്നൊക്കെ കേൾക്കില്ല. അങ്ങനെ ഓരോ അവയവങ്ങൾ കട്ടാക്കി എടുത്തിട്ട് അവസാനമായിട്ട് ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പിന്നെ ഷഹീദായി പോയിട്ട്. വാസ്തവത്തിൽ അവൻ്റെ സാമ്രാജ്യത്തിൽ അവൻ്റെ എതിരിലായിട്ട് അവൻ്റെ ആൾമാരുടെ ഇടയിലായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ വേണമെങ്കിൽ രക്ഷപ്പെടുകയായിട്ട് എന്താക്കത്ത് നീ നബീൻ്റെ ഞാൻ വിശ്വസിക്കുകയാണ് ചെല്ലുന്നത്. അത് ചെന്നെങ്കിൽ തപ്പില്ല. കാരണം ഖുർആനിൽ ചെന്നല്ലേ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് പിന്നെ ഉറച്ചതായ ആൾമാർ അങ്ങനെ എവിടെയെങ്കിലും കുഫറിൻ്റെ നടുവ് പോയിട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ കുഫറിൻ്റെ കെലിമത്തുൽ കുഫറിനെ അങ്ങനെ ചൊല്ലുപാട്ടുണ്ടായെങ്കിൽ ചെല്ലാം. പിന്നെ തൗബ ചെയ്ത് മടങ്ങാണ്ട് ഖുർആനെ നമുക്ക് ചെന്ന് തന്നിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ പിന്നെ സയ്യിദ് റളിയല്ലാഹു അൻഹു അവൻ്റെ ഇടയിൽ എന്താക്കുന്നത് കുഫറിൻ്റെ കെലിമത്ത് ചെന്നിട്ട് രക്ഷപ്പെടുന്നു. പക്ഷേ ആ മഹാൻ തൻ്റെ പിന്നെ പണ്ടതായ തലമുറത്ത് പരിശുദ്ധമായ ദീൻ്റെ തൗഹീദ് എത്തിച്ചു കൊടുക്കുന്നതായ വലിയൊരു ദൗത്യ അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ടായിട്ടെങ്കിൽ അങ്ങ് തപ്പിട്ട് പോലും ആ ദീനിൽ അങ്ങോട്ടൊരു നാട്ടകം റെഡിയായില്ല. ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയിട്ട് ഈ വിഷയം മദീനത്ത് എത്തിയപ്പോൾ അവിടുത്തെ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മ പോയിട്ട് ആരോ ചെന്നാറ് നിങ്ങളുടെ മോൻ്റെ ശത്രുങ്ങ അതാ ഓരോരോ ശരീരത്തെ കൊത്തിട്ട് എന്താക്കി നിങ്ങളുടെ മോന് ഷഹീദായിട്ട് ചെന്നപ്പോൾ ആ മഹരി ഉമ്മ ചെന്ന് ലിഹാദൽ യോമി അർളത്തുഹു, എൻ്റെ മോൻ ഇങ്ങനത്തെ ഒരു നാല് കയറ്റിക്ക് ഞാൻ എൻ്റെ മോർക്ക് മല കൊടുത്തുന്ന ബലിയാക്കി വച്ചിരേറ്റ് നോക്കണം എന്തൊരു ഈമാനായിട്ട് അങ്ങനത്തെ ഒരു വിഷയം കേട്ടെങ്കിൽ ബാക്കിയിൽ ഞങ്ങളെ പെൻഡിങ് ആയിട്ടെങ്കിൽ മുൻപോട്ട് റംപാട്ടാക്കാത്ത. പക്ഷെ ആ ഉമ്മ ചെന്ന് ഇങ്ങനത്തെ ഒരു സാധനം ആക്കുമായിട്ടിക്കൽ എൻ്റെ മോർക്ക് ഞാൻ വില കൊടുത്തിട്ട് ബലിയാക്കിരേറ്റ്. അപ്പോൾ ദീനക്ക് ബലിയാക്കി ത്യാഗം സഹിച്ചിട്ട് പോകാറ് നാളെ മുൻഗാമിക ഉമ്മമാരും അതുപോലെ ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ അല്ലാഹു അങ്ങനെ ബർക്കത്തുള്ള ദുനിയാവും ആഖിറത്തും അല്ലാഹു സലാമത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.